ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കുക്കിംഗ് എക്സ്പെരിമെൻ്റ് നടത്തിയാലോ എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കസ്റ്റേർഡ് പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ്, മിൽക്ക്, കസ്റ്റേർഡ് പൗഡർ, ചിയ സീഡ്സ്, അതുപോലെ നമ്മുടെ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. കഴിക്കാനും നല്ല ഒരു രസമുണ്ട്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പാകപ്പിഴകൾ അവിടെ ഇവിടെ ഉണ്ടാകാം. പക്ഷെ നല്ല നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ക്രാവിങ്സ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് കഴിക്കാൻ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് ലെയർ ചെയ്യലാണ് അടുത്ത പണി. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് മിൽക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തു താഴത്തെ ലെയറിൽ. അതിൻ്റെ മേലെ നമ്മൾ സോക്ക് ചെയ്ത ചിയ സീഡ് മിൽക്ക് ഇട്ടു. അതിൻ്റെ മേലെ നമ്മുടെ ബ്രെഡിൻ്റെ പീസുകൾ വെച്ചു. എഗെയിൻ നമ്മുടെ കസ്റ്റേർഡ് മിൽക്ക് ഇട്ടു. നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ബ്രെഡ് ക്രംസ് ഇട്ടു. എഗെയിൻ കസ്റ്റേർഡ് മിൽക്ക്, അതുപോലെ തന്നെ ചിയ സീഡ് സോക്ക് ചെയ്തത്, പിന്നെ ബ്രെഡിൻ്റെ പീസുകൾ, പിന്നെ മിൽക്ക് മെയ്ഡ് ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ബ്രെഡ് ക്രംസ് ഇട്ടു. എഗെയിൻ അതിൻ്റെ മേലെ കസ്റ്റേർഡ് മിൽക്ക് സ്പ്രെഡ് ചെയ്തു. ചിയ സീഡ് സോക്ക് ചെയ്തത് ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇത് ലെയർ ചെയ്ത ശേഷം ഒരു 3 to 4 hours ഞാൻ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്തിട്ട് എടുത്ത് നമുക്ക് ഗാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ഗാർണിഷ് ചെയ്യാൻ വീട്ടിൽ പ്രത്യേകിച്ച് നട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ബനാന വെച്ചിട്ടാണ് ഗാർണിഷ് ചെയ്തത്. രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പെട്ടെന്ന് ഉള്ള ഒരു ക്രാവിങ്സിനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ.